ഹായ് ഹലോ നമസ്കാരം. ഞാൻ പെട്ടെന്നൊരു കേസ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ വന്നത്. ഞാൻ അതിൻ്റെ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ അറിയാം. ഗോൾഡിയം ഇന്റർനാഷണൽ എന്ന് പറയുന്ന സ്റ്റോക്ക് കുറച്ച് നാളായിട്ട് നല്ലൊരു അപ്പ് മൂവ്മെന്റിൽ കയറി വന്ന സ്റ്റോക്കാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ചാർട്ട് ജസ്റ്റ് ഇതൊന്ന് സൂം ചെയ്ത് ഞാൻ കാണിക്കാം. ഇതിന്റെ ഡേറ്റ് ഉണ്ട് ഏറ്റവും താഴെയായിട്ട് 13 ഓഗസ്റ്റ് 2024 13 ഓഗസ്റ്റ്. ഇതിന്റെ റേറ്റ് 241 ഇതിന്റെ റേറ്റ്. ഞാൻ ഇതിന്റെ ചാർട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ എൻ്റെ നേരത്തെ ഇപ്പം ഞാൻ ചെയ്തതല്ല, ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഫയലാണ്. സോ ഇതിന്റെ 13 ഇന്നിപ്പോൾ ഞാൻ ഡേ ടൈം ഫ്രെയിം ആണ് എടുത്തിരിക്കുന്നത്. 13 എന്ന് പറയുന്നത് ഈ ക്യാൻഡിലാണ്. അതായത് ഇതിന്റെ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്ന സമയത്താണ് ഞാനിത് പറയുന്നത്. 241 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം ഈ ഒരു റേഞ്ചിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ചുവന്ന വരയുടെ ഈ ഫസ്റ്റ് വര കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ ഒരു റേഞ്ചിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഈ പ്രൈസ് അഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് കണ്ടോ, ഇത് നേരെ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയാൻ വന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്ന് മുകളിൽ വന്നതിന് ശേഷം ഇതിന്റെ ഈ ഒരു ക്യാൻഡിലിന്റെ മുകൾ വശം ബ്രേക്ക് ചെയ്തതിന് ശേഷം ഏകദേശം 33% ഇപ്പോൾ തന്നെ, അതായത് ഇന്നത്തെ ദിവസം 27/8 എന്ന് പറയുന്ന ഇന്നത്തെ ദിവസം 33%മാണ് ഞാൻ ഒന്നിവിടെ അഡ്വൈസ് ചെയ്തതിന് ശേഷം നമുക്ക് റേറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നത്. ഞാൻ പറയാൻ വന്നത്, ഞാനിവിടെ കാണിച്ചതുകൊണ്ട് ഇത്രയും ഞാനിവിടെ കാണിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ശരിക്കും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നത്. ഇവിടെ എൻട്രി എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവിടുത്തെ ഈ ഒരു ഡേറ്റിൽ, അതായത് 13/8 ഞാൻ പറഞ്ഞ സമയത്ത് എൻട്രി എന്ന് പറയുന്നത്, അതിൻ്റെ ക്യാൻഡിൽ നിങ്ങൾ നോക്കിയേ. ഇതാണ് ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി, ഹൈയെ കവർ ചെയ്ത് വരത്തക്ക രീതിയിൽ തിരിച്ചൊരു എൻട്രി നേരെ താഴേക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ ക്യാൻഡിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഇത് കണ്ടോ. ഈ ചുവന്ന ക്യാൻഡിൽ നേരെ പ്രൈസിൻ്റെ, അതായത് ബ്രേക്ക് ഔട്ട് വന്ന ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്ത ആ ക്യാൻഡിലിനെ കവർ ചെയ്ത് മുകളിൽ പോകാതെ നേരെ അടുത്ത ഒരു ലെവലിലേക്ക്, അതായത് തൊട്ട് താഴേക്ക് പ്രൈസിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ക്യാൻഡിലിനെയാണ് പ്രൈസ് റീടെസ്റ്റിംഗ് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ലെവലിനെ റീടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഒരു 90% ബ്രേക്ക് ഔട്ടുകളിലും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാറുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കാവുന്ന നേരത്ത് ഒന്നെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക് ഔട്ട് തരുന്ന എൻട്രിയുടെ മുകളിൽ, അതായത് വോളിയം ഉണ്ടായെങ്കിൽ ബ്രേക്ക് ഔട്ട് തരുന്ന ഈ എൻട്രി ക്യാനലിന്റെ മുകളിൽ നമുക്ക് എൻട്രി എടുക്കാം. അല്ല എങ്കിൽ അല്പം കൂടി ക്ഷമയുള്ള ട്രേഡർ ആണ് എങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 90% ഇതുപോലെ തന്നെ ഒരു റിവേഴ്സൽ എൻട്രി, അതായത് നമ്മൾ ബ്രേക്ക് ഔട്ട് ചെയ്ത ഈ ഒരു ഭാഗത്തെ റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലേഴ്സ് തിരികെ കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസം സാധാരണഗതിയിൽ ഒരു 90% സമയങ്ങളിൽ കാണാറുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ എപ്പോഴും കാണണമെന്ന് അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ കാണാൻ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. സോ നമുക്ക് ഇവിടെ എൻട്രി എടുക്കുന്നതിന് പകരം, ഈ ബ്രേക്ക് ഔട്ട് നടക്കുന്ന ഈ ക്യാൻഡലിന്റെ മുകളിൽ എൻട്രി എടുക്കുന്നതിന് പകരം, ഇങ്ങനെ ഒരു റീടെസ്റ്റ് സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണക്കാക്കിക്കൊണ്ട് നമ്മൾ ജസ്റ്റ് ചാടിക്കറി എടുക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രൈസിൽ നമുക്ക് ഈ ഒരു മേഖലയിൽ എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ ഒരു ക്യാൻഡലിന്റെ ഈ ഭാഗത്ത് എൻട്രി എടുക്കുന്നതിന് പകരം ഇവിടെയാണ് നമ്മൾ എൻട്രി എടുത്തിരുന്നതെങ്കിൽ, ഇപ്പോൾ ഏകദേശം നമ്മളുടെ പ്രോഫിറ്റ് ലെവൽ എന്ന് നോക്കിയേ, 33% ഇവിടെ കിട്ടിയതിന് പകരം നമുക്ക് കിട്ടുന്നത് 50% ആണ് കിട്ടിയത്. ഇതാണ് ബ്രേക്ക് ഔട്ട് എൻട്രിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ബ്രേക്ക് ഔട്ടിൽ എപ്പോഴും ഒരു 90% സമയങ്ങളിലും ഇതുപോലെ ഒരു റീടെസ്റ്റ് എൻട്രി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊന്ന് ജസ്റ്റ് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്നൊരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതെടുത്തത്. അല്ലാതെ ഞാനിവിടെ അഡ്വൈസ് ചെയ്ത ഈ സ്റ്റോക്കിന്റെ പ്രൈസ് ഇത്രയും ഉയർന്നു പോയി എന്ന് കാണിക്കാൻ വേണ്ടിയല്ല. ദയവായി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, ഗുഡ് നൈറ്റ്.